സമ്പത്തിൽ നിന്ന് നല്ലൊരു ഭാഗം എടുത്ത് ഉലുഹിയ്യത്ത് കർമ്മത്തിൽ ഏർപ്പെടൽ. വളരെ ചുരുക്കിയാണ് ഞാൻ പറയുന്നത്, നമുക്ക് കുറേ കാര്യങ്ങൾ വേറെ സംസാരിക്കാനുണ്ട്. ഉലുഹിയ്യത്ത് കർമ്മത്തിൽ ഏർപ്പെടൽ. എല്ലാ അണ്ടറുതികളും ആചരിക്കുമ്പോൾ നമ്മൾ ഈ ഭക്ഷണ വിതരണം പ്രത്യേകമായി കാണാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് ഒരു സഹാബി വര്യൻ ഒരു സന്ദർഭത്തിൽ അയ്യുൽ അഅമാലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഇത്ആമു തആം, ഭക്ഷണം നൽകലാണ്, ഭക്ഷിപ്പിക്കലാണ് എന്ന് അവിടുന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഉലുഹിയ്യത്തിന് യോഗ്യമായൊരു മൃഗത്തെ ഒരാൾക്ക് ദാനം ചെയ്യുമ്പോൾ അത് ഉലുഹിയ്യത്താവില്ല. ഉലുഹിയ്യത്തിന് യോഗ്യമായ നിബന്ധനകളൊക്കെ ഒരു മൃഗത്തെ നമ്മൾ ഒരാൾക്ക് ദാനം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക് ദാനം ചെയ്യുന്നു, അതൊരിക്കലും ഉലുഹിയ്യത്തല്ല. കാരണം അത് മൃഗമാണ്, ഭക്ഷണമല്ല എന്നുള്ളതാണ് കാരണം. നേരെ വെച്ച് അതിനെ അറവ നടത്തി ഭക്ഷണമാക്കി അതിൻ്റെ മാംസം വിതരണം ചെയ്യുമ്പോൾ ശ്രേഷ്ഠമായൊരു ദാനമായി മാറുന്നു. ഉലുഹിയ്യത്ത് എന്ന വിശുദ്ധമായ കർമ്മത്തിൽ നമ്മൾ പങ്കുചേരുന്നു. ആന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ നിശ്ചയം തൻ്റെ പുത്രനെ ബലി നൽകാനാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ നിസ്സങ്കോചം അതിന് തയ്യാറായ ചരിത്രത്തിലെ ഏറ്റവും അനർഘമായൊരു സന്ദർഭമുണ്ട്. അതിൻ്റെ ഓർമ്മ പുതുക്കലാണ് പുത്രനെ അല്ലെങ്കിലും അത്യാവശ്യം കാശൊക്കെ ചെലവഴിച്ച്, കാശൊരു പ്രധാന സംഭവമാണല്ലോ. അള്ളാഹുവിൻ്റെ ആ തീരുമാനത്തിന് നമ്മളും കീഴൊതുങ്ങുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറേ സാമൂഹികമായ സേവനം നിർവഹിക്കാൻ കഴിയുന്നു. നമ്മുടെ മനസ്സിനെയും നമ്മുടെ സമ്പത്തിനെയും ദീനീ കാര്യങ്ങളിൽ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കുന്നു. ഇങ്ങനെ കുറേ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചാണ് ഉലുഹിയ്യത്ത് കർമ്മം അള്ളാഹു നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണല്ലോ എന്ന് ഖുർആൻ പറയുന്നത്. ഉലുഹിയ്യത്ത് മൃഗത്തിൻ്റെ മാംസമോ അല്ലെങ്കിൽ രക്തമോ അല്ല അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നത്. അതിനു വേണ്ടി നിങ്ങൾ നടത്തുന്ന താല്പര്യം, നിങ്ങളുടെ തഖ്വ, നിങ്ങളുടെ ഭക്തി, അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് നല്ലൊരു ഭാഗം അതിന് മാറ്റിവെക്കാനുള്ള സന്നദ്ധത, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായി എന്തും ഞാൻ ചെയ്യാം എന്ന നിങ്ങളുടെ ആ ഒരു ദീനീ പ്രതിപത്തിയാണ് റബ്ബ് താല്പര്യപ്പെടുന്നത് എന്ന് ഖുർആൻ പറയുന്നത്.